അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഭീമാകാരമായ പാമ്പ് കഅബ ഷരീഫിന് സമീപം അത്ഭുതകരമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് പവിത്രമായ സ്ഥലത്തിന് സമീപം ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അത് പുറത്തു വന്നപ്പോൾ ജനങ്ങൾ ഭയന്ന് ഓടാൻ തുടങ്ങി. പാമ്പ് വളരെ വലുതായിരുന്നു. അതിന്റെ തലപ്പാമ്പ് ഉയർത്തിയപ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ ഇരട്ടി ഉയരത്തിൽ അത് നിന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അതിനെ കണ്ട് വാക്കുകൾ നഷ്ടപ്പെട്ടു. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഈ ഭയപ്പെടുത്തുന്ന പാമ്പ് ആരെയും ഉപദ്രവിക്കാതിരുന്നു എന്നതാണ്. എന്നിരുന്നാലും അതിന്റെ സാന്നിധ്യം ഒരു നിഗൂഢ സന്ദേശം വഹിക്കുന്നതായി തോന്നി. പല മുഖങ്ങളിലും ഭയം നിറഞ്ഞു. തുടർന്ന് സംഭവിച്ചത് യഥാർത്ഥത്തിൽ നിങ്ങളെ ഞെട്ടിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നടന്നത് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുവത്വത്തിലേക്ക് പ്രവേശിച്ച സമയത്താണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകത്വത്തിന്റെ ഉത്തരവാദിത്തം അവിടത്തേക്ക് അപ്പോൾ നൽകപ്പെട്ടിരുന്നില്ല. അക്കാലത്ത് അവിടത്തേക്ക് അത്രമാത്രം പുണ്യവും ബഹുമാനവും ഉണ്ടായിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ, അബൂജഹലിനെപ്പോലുള്ളവർ പോലും അവിടുത്തെ ഏറെ സ്നേഹിച്ചിരുന്നു. അക്കാലത്ത് ഖുറൈശ് സമുദായത്തിനിടയിൽ ഒരു വിഷയത്തെ ചൊല്ലി വലിയ ആശങ്ക നിലനിന്നിരുന്നു. കഅബയുടെ ചുവരിൽ വസിക്കുന്ന ഒരു പാമ്പ് അവരുടെ ആശങ്കയ്ക്ക് കാരണമായിരുന്നു. ആർക്കും അതിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. കാരണം രാത്രിയിൽ ആ പാമ്പ് കഅബയ്ക്ക് സമീപമുള്ള ഒരു കിണറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങൾ കാവൽ നിന്നിരുന്നു. അക്കാലത്ത് കഅബയ്ക്ക് സമീപമുള്ള ഒരു കിണറ്റിൽ തീർത്ഥാടകർ മൂല്യവത്തായ നേർച്ചകൾ, പ്രത്യേകിച്ച് സ്വർണ്ണ നാണയങ്ങൾ, അവരുടെ നേർച്ചകൾ നിറവേറ്റാൻ വേണ്ടി എറിയുമായിരുന്നു. അള്ളാഹുവിന്റെ ഭവനത്തോടുള്ള ബഹുമാനം കാണിക്കാൻ ആരും സാധാരണ വസ്തുക്കൾ അവിടെ നേർച്ചയായി നൽകിയിരുന്നില്ല. ഒരിക്കൽ ഒരു വ്യക്തി ആ കിണറ്റിൽ നിന്ന് ഒരു വലിയ തുകയുടെ സ്വർണ്ണ നാണയങ്ങൾ മോഷ്ടിച്ചു. കിണറ്റിൽ നിന്ന് മോഷ്ടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. കാരണം കഅബയുടെ ചുവരുകൾ താഴ്ന്നതും ദുർബലവുമായിരുന്നു. മാത്രമല്ല, മേൽക്കൂര ഇല്ലാത്തതിനാൽ ആർക്കും എളുപ്പത്തിൽ അകത്ത് കടക്കാമായിരുന്നു. കൂടാതെ താഴ്ന്ന പ്രദേശത്തായിരുന്നതിനാൽ മഴവെള്ളം ചുവരുകളെ കൂടുതൽ മൃദുവാക്കുകയും ദുർബലമാക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഖുറൈശ് സമുദായം നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം പിന്തുടർന്ന് ഏറെ പരിശ്രമവും ബുദ്ധിപരമായ പ്രവർത്തനവും നടത്തി ആ മോഷ്ടാവിനെ പിടികൂടി. ശിക്ഷയായി അവന്റെ 2 കൈകളും വെട്ടി. ഈ സംഭവത്തിന് ശേഷം കഅബയുടെയും കിണറിന്റെയും സുരക്ഷ കണക്കിലെടുത്ത് ഖുറൈശ് ദുർബലമായ കഅബയുടെ ചുവരുകൾ തകർത്ത് ശക്തമായ കല്ല് ചുവരുകൾ പണിയാനും മേൽക്കൂര നിർമ്മിക്കാനും തീരുമാനിച്ചു. ഈ സമയത്താണ് അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം ഒരു വിചിത്രവും പ്രധാനപ്പെട്ടതുമായ സംഭവം ആരംഭിച്ചത്. കഅബയ്ക്ക് സമീപമുള്ള കിണറ്റിൽ ആളുകൾ വഴിപാടുകളായും നേർച്ചകളായും സ്വർണ്ണ നാണയങ്ങൾ എറിഞ്ഞിരുന്നു. പിന്നീട് കഅബയുടെ നവീകരണത്തിനായി ഈ കിണർ ഉപയോഗിച്ചു. എന്നാൽ ആദ്യ മോഷണ സംഭവത്തിന് ശേഷം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഓരോ വൈകുന്നേരവും ഒരു വിഷപ്പാമ്പ് ആ കിണറിനെ കാവൽ നിൽക്കാൻ പ്രത്യക്ഷപ്പെട്ടു. രാവിലെ അത് കഅബയുടെ ചുവരിൽ കയറി വെയിലിലിരിക്കുമായിരുന്നു. ചരിത്രം പറയുന്നു, ഈ പാമ്പിന് മനുഷ്യരോട് ഭയമേയില്ലായിരുന്നു. അത് കഅബയുടെ ചുവരിൽ ശാന്തമായി ഇരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യും. തുടർന്ന് രാത്രിയിൽ കിണറിനെ കാവൽ നിൽക്കും. ആരെങ്കിലും കിണറ്റിലേക്ക് സ്വർണ്ണ നാണയങ്ങൾ എറിഞ്ഞാൽ അതൊന്നും പറയില്ല. എന്നാൽ ആരെങ്കിലും കിണറ്റിൽ നിന്ന് നാണയങ്ങൾ എടുക്കാൻ ശ്രമിച്ചാൽ അത് തലപ്പാമ്പ് ഉയർത്തി ഭയപ്പെടുത്തുന്ന രൂപം സ്വീകരിക്കുകയും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി മോഷ്ടാക്കളെ ഓടിക്കുകയും ചെയ്യും. ഈ കാരണത്താൽ ആരും ഇനി കിണറിന് സമീപം ഒത്തുകൂടിയില്ല. അവർ ദൂരെ നിന്ന് നാണയങ്ങൾ എറിയുമായിരുന്നു, പക്ഷേ സമീപിക്കാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ഈ പാമ്പ് അള്ളാഹുവിന്റെ കൽപ്പനയാൽ കാവൽ നിന്നിരുന്നു. അതിനാൽ ആർക്കും അതിനെ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ കഅബയുടെ ചുവരുകൾ മഴവെള്ളം കാരണം തകർന്ന അവസ്ഥയിലായി. അതിനാൽ നവീകരണ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി ആരംഭിക്കേണ്ടത് ആവശ്യമായി. കഅബയുടെ പരിപാലനത്തിന് ഉത്തരവാദികളായ ഖുറൈശ് ഗോത്രം ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഖുറൈശിലെ ഒരു യുവ ബുദ്ധിമാനും നീതിമാനുമായ വ്യക്തിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപദേശം നൽകാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടു. അവിടുന്ന് കഅബയ്ക്ക് സമീപം നിന്ന് പ്രവർത്തനങ്ങൾ എങ്ങനെ ആരംഭിക്കാമെന്ന് ചിന്തിച്ചു. ആ നിമിഷം അള്ളാഹുവിന്റെ കൽപ്പനയാൽ ആകാശത്തുനിന്ന് ഒരു ഭീമാകാരമായ പരുന്ത് ഇറങ്ങി വന്നു. ആ വിഷപ്പാമ്പിനെ ആക്രമിച്ച് പിടിച്ചെടുത്ത് പറന്നുപോയി. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, കഅബയ്ക്കുള്ളിൽ ഒരു അപകടകരമായ പാമ്പ് വസിച്ചിരുന്നു.
ഖുറൈശ് കഅബയുടെ നവീകരണം തീരുമാനിച്ചപ്പോൾ ആ പാമ്പ് അവർക്ക് ഒരു വലിയ തടസ്സമായി. ആ നിമിഷം അല്ലാഹുവിന്റെ കൽപ്പനയാൽ ഒരു ഭീമാകാരമായ പരുന്ത് വന്ന് ആ പാമ്പിനെ എടുത്ത് ഹജ്ജൂൻ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിട്ടു. അല്ലാഹുവിന്റെ ശക്തിയാൽ അവിടെ ഭൂമി പിളർന്ന് ആ പാമ്പിനെ വിഴുങ്ങി. ഹദീസിൽ പറയുന്നു, ഖിയാമത്ത് ദിനത്തിനു മുമ്പ് ഈ പാമ്പ് സഫാ മലയ്ക്ക് സമീപത്ത് നിന്ന് പുറത്തുവന്ന് ജനങ്ങളോട് സംസാരിക്കും. അതിനെ ദാബത്തുൽ അർദ് എന്ന് വിളിക്കും. പാമ്പിന്റെ ഭയം ഇല്ലാതായപ്പോൾ കഅബയുടെ പുനർനിർമ്മാണം ആരംഭിക്കാനുള്ള അവസരമുണ്ടായി. എന്നാൽ ആഗ്രഹം മാത്രം പോരാ, ശരിയായ ആസൂത്രണവും വിദഗ്ധരായ കരകൗശല വിദഗ്ധരും ആവശ്യമായിരുന്നു. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് ആശങ്കാകുലനായി. ആ സമയത്ത് അല്ലാഹുവിന്റെ കൽപ്പനയാൽ ഒരു അത്ഭുതകരമായ സംഭവം നടന്നു. ഗ്രീസിൽ നിന്നുള്ള പ്രശസ്തനായ ഒരു മുഖ്യ കല്ലുവെട്ടുകാരനും ആശാരിയുമായിരുന്നു ബൗം. അവൻ റോമിലേക്ക് ഒരു വലിയ കൊട്ടാരം പണിയാൻ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് ജിദ്ദയുടെ തീരത്ത് അവന്റെ കപ്പൽ തകർന്നു. മക്കയിലെ ജനങ്ങൾ ഈ വാർത്ത കേട്ട് അവിടേക്ക് ഓടിയെത്തി ബൗമിന്റെ കപ്പലിൽ നിന്ന് മരവും മറ്റ് സാമഗ്രികളും വാങ്ങി. ബൗമിനും തന്റെ നഷ്ടപ്പെട്ട സാധനങ്ങൾ ചിലത് രക്ഷിക്കാനും ഉപയോഗിക്കാനും സന്തോഷമായി. ഖുറൈശ് അവനോട് കഅബയുടെ പുനർനിർമ്മാണം മേൽനോട്ടം വഹിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ സമ്മതിച്ചു. ഈ മഹത്തായ ദൗത്യത്തിന് ഇത്ര വിദഗ്ധനായ ഒരു കരകൗശല വിദഗ്ധനെ ലഭിച്ചതിൽ മക്കയിലെ ജനങ്ങൾ വളരെ സന്തോഷിച്ചു. ബൗം ചിന്തിച്ചു, റോമിലേക്ക് പോകുന്നതിനു മുമ്പ് ഇവിടെ ചില ജോലികൾ പൂർത്തിയാക്കി തന്റെ നഷ്ടത്തിന്റെ ഒരു ഭാഗം വീണ്ടെടുക്കാമെന്ന്. തുടർന്ന് കഅബയുടെ പുനർനിർമ്മാണം ഗൗരവപൂർവ്വം ആരംഭിച്ചു. മക്കയിലെ എല്ലാ ഗോത്രങ്ങളും ഒരുമിച്ച് ഈ ജോലിയിൽ പങ്കെടുക്കാൻ മുന്നോട്ടു വന്നു. ഈ പവിത്ര ദൗത്യത്തിന്റെ ബഹുമതിയിൽ നിന്ന് ആരും വഞ്ചിക്കപ്പെട്ടില്ല. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ ജോലിയിൽ ആവേശത്തോടെ പങ്കെടുക്കുകയും തന്റെ പ്രായത്തിലുള്ള യുവാക്കളെ കളികൾ ഉപേക്ഷിച്ച് കഅബയുടെ പുനർനിർമ്മാണത്തിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. യുവാക്കൾക്കിടയിൽ അവിടുന്ന് വളരെ പ്രിയപ്പെട്ടവനും സ്വാധീനമുള്ളവനുമായിരുന്നു. കഅബയുടെ നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ ശേഖരിക്കപ്പെട്ടു. സമീപത്തെ മലകളിൽ നിന്ന് നീലിമയുള്ള കല്ലുകൾ കൊണ്ടുവന്നു. ഇങ്ങനെ അല്ലാഹുവിന്റെ കരുണയാൽ കഅബയുടെ പുനർനിർമ്മാണം വേഗത്തിൽ മുന്നോട്ടു പോയി. കഅബയുടെ ചുവരുകൾ 5 അല്ലെങ്കിൽ 6 അടി ഉയരത്തിലെത്തിയപ്പോൾ കറുത്ത കല്ല് ഹജറുൽ അസ്വദ് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് തിരികെ വയ്ക്കേണ്ട സമയമായി. ഈ പവിത്രമായ കല്ല് സ്ഥാപിക്കുന്നത് വലിയ ബഹുമതിയായി കണക്കാക്കപ്പെട്ടു. കാരണം അതാദ്യമായി ചെയ്തത് ജനതയുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമായിരുന്നു. അതിനാൽ ഓരോ ഗോത്രവും ഈ മഹത്തായ ദൗത്യം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും പാരമ്പര്യം പിന്തുടരുന്നവർ എന്ന ബഹുമതി തങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ചു. ഇത് ഗോത്രങ്ങൾക്കിടയിൽ തീവ്രമായ അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായി. ആർക്കും മറ്റൊരാൾക്ക് ഈ ബഹുമതി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിരിമുറുക്കം വളരെ ഉയർന്നു. സ്ഥിതിഗതികൾ അക്രമാസക്തമായ സംഘർഷത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഒരു വിഭാഗം യുദ്ധത്തിന് തയ്യാറെടുപ്പ് തുടങ്ങി. അവർ മനുഷ്യരക്തം നിറച്ച ഒരു പാത്രം വെച്ച് അതിൽ വിരലുകൾ മുക്കി മറ്റേതെങ്കിലും ഗോത്രംകല്ല് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അവരെ തടയും, അത് ജീവൻ കൊണ്ട് വില കൊടുക്കേണ്ടി വന്നാലുമെന്ന് ശപഥം ചെയ്തു. പിരിമുറുക്കം 4 ദിവസം തുടർന്നു. മക്കയിലെമ്പാടും രക്തരൂഷിതമായ ഒരു സംഘർഷത്തിന്റെ ഭീഷണി ഉയർന്നു. ആ നിമിഷം ഖുറൈശിലെ ഒരു ബുദ്ധിമാനും ബഹുമാനിതനുമായ മുതിർന്ന വ്യക്തി, തന്റെ ബുദ്ധിക്ക് പേരുകേട്ടവൻ, ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മികച്ച ഒരു നിർദ്ദേശവുമായി മുന്നോട്ടു വന്നു. അവൻ പറഞ്ഞു, ഇന്ന് രാത്രി എല്ലാവരും കഅബയ്ക്ക് ചുറ്റും തങ്ങുക. അങ്ങനെ നമ്മുടെ തീരുമാനം പുറത്ത് ചോർന്നു പോകാതിരിക്കട്ടെ. എല്ലാ ഗോത്ര നേതാക്കളും ഇവിടെയുള്ളതിനാൽ നാളെ രാവിലെ സഫാ മലയുടെ ദിശയിൽ നിന്ന് ആദ്യം അങ്കണത്തിലേക്ക് വരുന്ന വ്യക്തിയെ നമ്മുടെ ന്യായാധിപനായി നിയമിക്കാം. അവൻ നൽകുന്ന വിധി എന്തുതന്നെയായാലും നാമെല്ലാം അത് അംഗീകരിക്കും. ഇങ്ങനെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകില്ല, പുത്രന്മാരുടെ നഷ്ടമുണ്ടാകില്ല, ഗോത്രങ്ങൾക്കിടയിൽ ശത്രുതയും ഉണ്ടാകില്ല. യുവാക്കൾ ഇപ്പോഴും വളരെ ക്ഷോഭിച്ചിരുന്നെങ്കിലും ഗോത്രനേതാക്കൾ ഈ പദ്ധതിയിൽ ഒരു സമാധാനപരമായ പരിഹാരം കണ്ടു. അതിനാൽ എല്ലാവരും സമ്മതിച്ചു. പദ്ധതി പ്രകാരം ആരും രാത്രിയിലൊന്നും വെളിപ്പെടുത്തിയില്ല. എല്ലാവരും അടുത്ത ദിവസത്തെ പ്രഭാതത്തിനായി ആകാംക്ഷയോടെ കാത്തിരുന്നു. ആരാണ് ആദ്യം എത്തുക? കാരണം എത്തുന്ന വ്യക്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനു ശേഷം കഅബയിൽ പവിത്രമായ കല്ല് സ്ഥാപിക്കുന്ന രണ്ടാമനാകും. ഇത്തവണ രക്തച്ചൊരിച്ചിലില്ലാതെ അല്ലാഹുവിന്റെ അനന്തമായ കരുണയാൽ എല്ലാവരും ഒരു സമാധാനപരമായ പരിഹാരം സാക്ഷ്യം വഹിക്കും.
പുലർച്ചെ പ്രകാശം പൊട്ടിവിടർന്നപ്പോൾ ലോകങ്ങൾക്ക് കരുണയായി അയക്കപ്പെട്ട ആ ധന്യനായ മനുഷ്യൻ നബി മുഹമ്മദ് റസൂൽ അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ ദിശയിൽ നിന്ന് വന്നു. എല്ലാവരും തങ്ങളുടെ കണ്ണുകൾ ഒരു പ്രകാശമാനമായ യുവാവായ മുഹമ്മദിന്റെ നേർക്ക് തിരിച്ചു. അവിടുന്ന് അൽ അമീൻ, വിശ്വസ്തൻ എന്ന് അറിയപ്പെട്ടിരുന്നു. ഗോത്രനേതാക്കൾ ആഹ്ലാദത്തോടെ പറഞ്ഞു, ഈ യുവാവ് അസാധാരണനാണ്. സൃഷ്ടാവിന്റെ കരുണ നോക്കൂ. ഒരുപക്ഷേ അവൻ നമ്മെല്ലാവരും സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് അയച്ചു തന്നിരിക്കാം. പറയൂ, നമുക്കിടയിൽ ആർക്കെങ്കിലും അവനെക്കുറിച്ച് സംശയമുണ്ടോ? ഒരേ സ്വരത്തിൽ എല്ലാവരും വിളിച്ചു പറഞ്ഞു, സംശയമില്ല, മുഹമ്മദ് അൽ അമീൻ നമുക്കിടയിൽ ഏറ്റവും മികച്ചവനാണ്. അല്ലാഹു അക്ബർ. നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ ഒരു തുണി കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. അവിടുന്ന് തുണി നിലത്ത് വിരിച്ചു. പിന്നീട് കറുത്ത കല്ല് ഹജറുൽ അസ്വദ് അതിന്റെ നടുവിൽ തന്റെ ധന്യമായ കൈകളാൽ വച്ചു. തുടർന്ന് ഓരോ ഗോത്രത്തിന്റെയും നേതാക്കളെ വിളിച്ചു പറഞ്ഞു, നിന്റെ ഓരോരുത്തരും ഈ തുണിയുടെ ഒരു കോണിൽ പിടിക്കുക. ഒരുമിച്ച് ഈ കല്ല് കഅബയിലേക്ക് കൊണ്ടുപോകുക. യുദ്ധത്തിന്റെ വക്കിൽ നിന്നിരുന്ന ഗോത്രങ്ങൾ അവരുടെ 4 പ്രധാന നേതാക്കളെ തുണിയുടെ കോണുകൾ പിടിക്കാൻ അയച്ചു. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ധന്യമായ കൈകളാൽ ഹജറുൽ അസ്വദ് തുണിയുടെ നടുവിൽ വെച്ചു. ഈ ബുദ്ധിപരവും ബഹുമാന്യവുമായ പദ്ധതി എല്ലാവരും അംഗീകരിച്ചു. ഓരോ നേതാവും സന്തോഷിച്ചു. യുദ്ധം ചെയ്യാൻ ശപഥം ചെയ്തവർ പോലും അവരുടെ ഗോത്ര നേതാക്കളിൽ ഒരാൾ തുണിയുടെ ഒരു കോണിൽ പിടിച്ചതിനാൽ പുഞ്ചിരിച്ചു. ഒടുവിൽ നേതാക്കൾ ഒരുമിച്ച് തുണിയുടെ 4 കോണുകളും പിടിച്ച് ഹജറുൽ അസ്വദിനെ അതിന്റെ നിയുക്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നാമത്തിൽ തുണിയുടെ നടുവിൽ നിന്ന് കല്ലുയർത്തി അതിന്റെ നിശ്ചിത സ്ഥലത്ത് ഉറപ്പിച്ചു. എല്ലാ ഗോത്രങ്ങളും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിപരമായ തീരുമാനത്തിൽ ആനന്ദിച്ചു. അവിടുത്തെ ബുദ്ധിയിൽ അവർ ആഴത്തിൽ ആകർഷിക്കപ്പെട്ടു. ഒരു രക്തരൂഷിതമായ യുദ്ധമായി മാറിയേക്കാവുന്ന ഒരു സംഘർഷം ഒരൊറ്റ സമാധാനപരമായ നിമിഷത്തിൽ പരിഹരിക്കപ്പെട്ടു. പ്രിയ കാഴ്ചക്കാരെ, ഇന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളായ നാം നമ്മുടെ പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ ചില പണ്ഡിതന്മാർ ഈ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനു പകരം അവയെ ആളിക്കത്തിക്കുകയാണ്. മുസ്ലിങ്ങൾക്കിടയിലെ പരസ്പര വിവാദങ്ങൾ ഇത്രയും ഉയർന്ന തലത്തിലെത്തിയിരിക്കുന്നു. നബിയുടെ ബുദ്ധിപൂർവമായ സുന്നത്തിനെ നാം മറന്നിരിക്കുന്നു. പരിഹാരത്തിന്റെ പാത ഉപേക്ഷിച്ച് നാം സംഘർഷത്തിന്റെ പാത തിരഞ്ഞെടുത്തിരിക്കുന്നു. യാ അല്ലാഹ്, എല്ലാ മുസ്ലിംകളിലും ക്ഷമ, കരുണ, ശോഭനമായ ജ്ഞാനം എന്നിവ പകർന്ന് നമ്മെ ഒരുമിച്ച് കൈകോർത്ത് ഐക്യത്തിൽ നിൽക്കാൻ അനുഗ്രഹിക്കണമേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.